മുൻ MLA PV അൻവറും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാർ MLAയും കൂടിക്കാഴ്ച നടത്തി. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. തികച്ചും സൗഹൃദപരമായിരുന്നു കൂടിക്കാഴ്ചയെന്ന് AP അനിൽകുമാർ MLA പറഞ്ഞു. രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു സ്വകാര്യ ആർസിയാണെങ്കിൽ പോലെ വരേണ്ട കാര്യമില്ല. പ്രസരങ്ങളുണ്ട്, ഒരു പബ്ലിക് പ്ലേസ് ഉണ്ട്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ താങ്കൾക്കൊരു റോളുണ്ട്. അത് അനിൽകുമാർ ആണെങ്കിൽ അവർ സംഘടനാപരമായി ചുമതലയുള്ള ആളുമാണ്. അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ നമുക്ക് റോളില്ല. AP അനിൽകുമാർ MLAക്കാണ് അവിടെ ചാർജുള്ളത്. സ്ഥിതിക്ക് പുള്ളിക്ക് ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും കൂടുണ്ട്. വലിയ ഭാരിച്ച ഉത്തരവാദിത്തമല്ലേ ഇവരൊക്കെ. സ്വാഭാവികമായും കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറ്റും. അവിടുത്തെ നിജസ്ഥിതി എന്താണ്, സാഹചര്യങ്ങൾ എന്ന് വിലയിരുത്തുന്നത് സ്ഥാനാർത്ഥി സാധ്യതകളൊക്കെ ചർച്ചയായി. അത് സ്വാഭാവികം. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെടാതെ നിൽക്കുന്ന ചർച്ചകൾ നടക്കുന്നതൊക്കെ ഇതിൽ ഭാഗമായിട്ട് ചർച്ചകളാണ്. സ്ഥാനാർത്ഥിയാകുന്നതിൽ അൻവറിന്റെ അഭിപ്രായം സ്വാഭാവികമായിട്ട് അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് ആയിട്ട് കണ്ടാണ്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അങ്ങനല്ല. പൊതുവായ കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥി ഞാൻ പൂർണ്ണമായി കോൺഗ്രസ് തീരുമാനിക്കുന്നു. അതുപോലെ ജില്ലയിലെ നേതൃത്വത്തിനും അതിൻ്റെതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം അത് കോൺഗ്രസ്സാണ്. അതിനകത്ത് 100% കോൺഗ്രസ്സാണ്. അതിൻ്റെ ഏതെല്ലാം ഘടകങ്ങളെ നോക്കിയിട്ട് ഒരു സ്ഥാനാർത്ഥി ആരാണ് കൂടെ പാർട്ടി തീരുമാനം. അതിനകത്ത് കോൺഗ്രസ് എല്ലാ വർഷങ്ങളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അവതരിപ്പിക്കും. അപ്പോൾ അതനുസരിച്ച് സ്ഥാനാർത്ഥികളെ ഒരേപോലെ സ്ഥാനാർത്ഥികൾ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പാർട്ടി